ഒരു വടക്കൻ വീരഗാഥ, പാലേരി മാണിക്യം എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ഉറക്കം കെടുത്തി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ കലാസൃഷ്ടി ദേവാസുരം. സീറ്റിക്കരാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മംഗലശ്ശേരി നീലകണ്ഠന്റെ നാടെന്നാ പ്രസിദ്ധി. അതിപ്പോ ചില ദുർമാർഗങ്ങളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം. കായംകുളത്ത് രാജാവും കൊട്ടാരവും ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളന്റെ പേരിലല്ലേ പ്രസിദ്ധി. അല്ല, ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ? തറവാട് കുളം തൊട്ടിട്ടുള്ള ഈ ദർബാറടി മിസ്സും ഹോസ്റ്റലും വിട്ടിട്ടുള്ള ഈ തല്ലും പിടിയും കേസും ഒക്കെ കഴിഞ്ഞ ആഴ്ച വയലാളിക്കാരുടെ കൂടുതലും തല്ലുണ്ടാക്കിയിട്ട് 16 ആവോ ഒറ്റയ്ക്കും തല്ലിന്നാ കണ്ടോര് പറഞ്ഞത്. ആരാ ഇത് തട്ടൊളി ഉദയനോ? 16 ആളോടെ ഈ പറയുന്ന നീലാണ്ടനും വാലാത്തമാരും കഴിഞ്ഞോടെ മുണ്ടക്കമ്പലത്ത് വന്നിരുന്നില്ല. എന്നിട്ട് എന്തായി? മുണ്ടക്കലെ ചോറ് തിന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല. മുണ്ടക്കലെ കുഞ്ഞേശ്വരൻ നമ്പ്യാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടന് മുട്ടിടി. ഇന്നിപ്പോ മുണ്ടക്കൽ ഉത്സവമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാ അല്ലേ? ഇത്തവണ അമ്പലത്തിന്റെ 1 മൈൽ ചുറ്റളവിൽ നീലാണ്ടനെ അടുപ്പിക്കില്ല എന്ന ശേഖരന്റെ ഓർഡർ. വന്ന ചതക്കില്ലേ കുട്ടികൾ, നല്ല ഇഞ്ച ചതക്കണ പോലെ. നേരെ ആ കോളേജ് കൊണ്ട് ആരാ നോക്കിയേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വലത്തുനിന്ന് ആദ്യം ബാലൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കരടി, ജീപ്പിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പുരുഷു, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്ന അളിയൻ. 4 കുറ്റിക്കണ്ടങ്ങളാണ് മംഗലശ്ശേരി വീരകണ്ഠന്റെ പട്ടാളം. എന്താ നായരെ? ഒന്നുമില്ല. അതെന്താ ഒന്നുമില്ലാണ്ടായി പോയി? പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയായിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠനെ ഉത്സവപ്പറമ്പിൽ കേറ്റില്ലാന്ന് തന്റെ ശേഖരം പറഞ്ഞു കേട്ടു. ഓ, അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറയൂ. അങ്ങനെ പറഞ്ഞാലും എന്താ നേരെ ചൂടാൻ മുട്ടുണ്ടോ? എന്നാ വിട്ടോളി. എങ്ങനെയുണ്ട് സോദരാമേ? എല്ലാം കേമായിട്ടില്ലേ? കേമായിരിക്കണം. ഇത്രയും ആള് കൂടി ഉത്സവം ഓർമ്മയിൽ ആദ്യമായിട്ടാ. മുണ്ടക്കൽ തറവാട്ടുകാര് നേരിട്ട് നടത്തുന്നതിന്റെ പവറാ. കമ്മിറ്റി മീറ്റിംഗും വെടിക്കെട്ടും കഴിഞ്ഞല്ലേ പോകൂ. അയ്യോ, 6 കഴിഞ്ഞാൽ വയ്യ. രഘുദീക്ഷത്തിന്റെ ഗാനമേള കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ മുണ്ടക്കൽ ഉത്സവം മുടങ്ങി. ശേഷം യൂണിയൻ റൂമിൽ അവന്മാർ ഉത്സവം മുടക്കിയത് ഏതായാലും നന്നായി. ഇനി ഈ കാര്യം പറഞ്ഞ് കുത്തിത്തിരിക്കാലോ. നീ എത്രയും പെട്ടെന്ന് 5-6 പോസ്റ്റ് ഇടും. കുറച്ച് ലൈക്കും വെൽസെഡും ബ്രോയും ഇടാൻ ആ ശേഖരനെയും പിള്ളേരും സെറ്റ്. പോസ്റ്റ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യവും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാരെ ചൊറിയാൻ പോയി വല്ല തല്ലും കിട്ടി സഹതാപം പിടിച്ചു പറ്റുന്നതായിരിക്കും നല്ലത്. എന്നാ വാടാ. അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകണ്ഠൻ. എന്റെ ശേഖരനെ ആൾക്കാരെ വട്ടം പിടിച്ച് നിർത്തിയിട്ടാ. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേനെ ഇവന്റെ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് ഞാൻ വെമ്പാലയാ. ശരിക്കും തുള്ളിക്കോളാൻ പറയാം അവനോട്. അപ്പൊ നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ? അതെടാ പട്ടി. എന്ത് പറഞ്ഞടാ? പട്ടി കേട്ടില്ലേ? വേണ്ടതില്ല. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. അവനെ വിടടാ. അവന് തരിപ്പ് ഞാൻ തീർക്കാം. നീല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെറുതെ ആളെ തല്ലി കൈ നാട്ടണ്ട. സംഭവം ഏറ്റില്ല. ശേഖരനുണ്ട്. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വെച്ചോ. കാലചക്രം പിന്നെയും തിരിഞ്ഞു. അകത്തളം വാർ വീണ്ടും തുറന്നു.
ചേച്ചിക്കടയിൽ പറ്റിനനുസരിച്ച് സിഗരറ്റ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. കുമാരന്റെ കിളിക്കൂടുകൾ ഇപ്പോഴും ചിതലരിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഒരു ഉത്സവ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരവായി. ശേഷം നീയുള്ളോരോ മാളോടെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. അതെ, റോഡിലെടുത്തും തോരണം തോക്കിലൊക്കെ നിർത്തിക്കോ, ഒന്നിന്റെ ആവശ്യമില്ല. എന്താ, എന്തു പറ്റി? അറിഞ്ഞില്ലേ, അകത്തളം ബാറ് പിന്നെയും തുറന്നു. ഒരൊറ്റ കൊടിന് സീറ്റ് കരയിലില്ലെന്ന് പറഞ്ഞ് ഷാവിയോള് ലോകായുക്തയില് കേസ് കൊടുത്തിട്ടുണ്ട്. അവന്മാരെ ഇലക്ഷൻ മാറ്റി വെച്ചേക്ക. നല്ല 1ാം ക്ലാസ് ചെറ്റത്തരം കാണിക്കും ശേഖരൻ, അതവന്റെ രക്തത്തിലുള്ളതാ. വക്കീലെ, വല്ല ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ, അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ, വൈദ്യത്തിലും വൈദ്യനിലും. എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള്. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും. എന്നിട്ട് ഇഞ്ചിഞ്ചായി, ഇല്ല കൊല്ലില്ല, പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? കേസ് നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. ഹൈക്കോടതിയിൽ ഒരു കേസ് പോയാ എനിക്ക് പുല്ല. പകരം 10 308 മേടിച്ചു തരാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാണ്. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കില് തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിടെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട. ശേഖര, നീ പോ. അങ്ങനെ വീണ്ടും CT കരയിൽ ഉത്സവ കമ്മിറ്റി തിരഞ്ഞെടുപ്പിന് കോടതി വിധിയായി. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. അവർക്ക് ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ച നീയേ നേതാവ്. ഇതിനിടയിൽ വോട്ട് ചോദിക്കാനായി ശേഖരൻ സുഭദ്രയെ നൈസായിട്ട് പഞ്ചാരക്കാട്ടിലേക്ക് വിളിച്ചു. സുഭദ്രെ, കാലം ഒരുപാടായി മുണ്ടക്കിലെ ഉത്സവം ഒരു മോഹമായി തുടങ്ങിയിട്ട്. പറഞ്ഞോ, നിനക്ക് എന്താ വേണ്ടത്? ലേഡി റപ്പോ അതോ VCയോ? പഴയ വാഴക്കുലൊന്നും മറന്നിട്ടില്ലല്ലോ. പിന്നെ ശേഖരനിസം പേജിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ശേഖര, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല, എന്റെ മാന്യത. മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഈ ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. യോഗ്യത? നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര.
എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ 2 കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്തന്റെ വീരം പറയുന്നു. ചത്താലും തീരില്ല അവന്റെ മഹത്വം. ഓർമ്മ വെച്ച നാള് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്. കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും. ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ? ആ സായാഹ്നം എല്ലാവരും ഉറ്റുനോക്കിയ ഉത്സവ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ശേഖരൻ 19 നിലയിൽ പൊട്ടി. കടിക്കുന്ന പോലീസും ചിലയ്ക്കുന്ന ലീലയും കൂട്ടുള്ളിടത്തോളം കാലം 19 നിലയിൽ പൊട്ടിയാലും പട്ടിയെപ്പോലെ കൊണ്ടാലും തിളയ്ക്കുന്ന കനലുകൾ ഉള്ളിൽ സൂക്ഷിച്ച് ശേഖരൻ ഒളിവിലിരുന്നു, ഉത്സവക്കൊടിയേറ്റിന്റെ ആ ദിവസവും കാത്ത്. നീ വന്നു അല്ലേ ശേഖര? കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം, അന്ന് 4 പാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ. ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു. എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ശേഖര, ഞാൻ എന്തും തരാൻ തയ്യാറാണ്. നീലകണ്ഠ, നീ എനിക്കൊന്നും തരണ്ട. പകരം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ഈ പുരുഷാരം നോക്കി നിൽക്കെ ഞാൻ നിന്നെ കൊഞ്ഞനം കുത്താൻ പോവാ, ഒരു കൊരങ്ങനെ പോലെ. തിരിച്ച് നീ കൈ പൊക്കരുത്. പൊക്കിയാൽ ഈ ATM-ന്റെ ക്യാമറയിൽ നിന്നെ ഞാൻ കൊടുക്കും. ഐ നീല, അത് നമ്മുടെ SBTയുടെ ക്യാമറ അല്ലേ? അത് പണ്ടേ വർക്ക് ചെയ്യില്ല. തല്ലു വായിക്കില്ല. അയ്യോ പുല്ലു പുല്ലു പുല്ലു, അങ്ങോട്ട് പോകല്ലേ. ആവാത്തോട്ടൊക്കെ പോട്ടെ, പോട്ടും ചുമ്മാ തല്ലു വായിക്കല്ല. ഈ പുല്ലു പുല്ലു ആവാത്തോട്ട് പോകല്ലേ. പുല്ലു തല്ലുവള്ളി മനസ്സില്ലെങ്കിൽ പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയും. അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. ഒന്നാളെ ഞാൻ പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. നീല, എന്നോട് ഞാൻ ആരെന്താണ് പറഞ്ഞിട്ടില്ലേ? നീലയല്ല, ചോപ്പ്. ശേര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട്
ഞാനിതെടുക്കുക. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓർക്കുക, ഓർത്താൽ നന്ന്. ചോര കൊണ്ടുള്ള കളികൾ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഒരു ദേവാസുര കഥ CET ആവർത്തിക്കാതിരിക്കട്ടെ.